ഓക്കെ, ഇന്നത്തെ ഫൗലത്ത് ബ്ലോഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 18 വയസ്സിന് താഴെയുള്ള ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ, നമ്മളെ മക്കൾ വാഹനമോടിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ പേരിൽ കേസും അതുപോലെ തന്നെ വലിയ ഫൈനും അടക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥ ഇന്നുണ്ട്. ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് അത് വരികയാണ്. അതുകൊണ്ട് ഞാൻ ഈ വായിക്കുന്ന സംഗതി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രായപൂർത്തിയാവാത്ത കുട്ടി അഥവാ ലൈസൻസ് ഇല്ലാത്ത വ്യക്തി വാഹനമോടിക്കുന്നത് ഇന്ത്യയിലെ ട്രാഫിക് നിയമങ്ങൾ പ്രകാരം ഗുരുതരമായ നിയമലംഘനമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ശിക്ഷകൾ, പിഴ എന്നിവ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് കേട്ടണം. പ്രധാന നിയമം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 180, 81, 1199A പ്രകാരം 181 ശിക്ഷ എന്ന് പറയുന്നത് 3 മാസം വരെ തടവും അല്ലെങ്കിൽ 5000 രൂപ പിഴ വരും. അതുപോലെ തന്നെ അത് മറ്റൊന്ന് ഗാർഡിയൻ രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഉടമക്ക് 199 പ്രകാരം കുട്ടിക്ക് വാഹനമോടിക്കാൻ അനുമതി നൽകിയ രക്ഷിതാവോ വാഹന ഉടമയോ ക്രിമിനൽ കുറ്റത്തിന് ബാധ്യത വരും. നല്ല ശ്രദ്ധിക്കണം. കുട്ടികൾ വണ്ടി കൊണ്ടുപോയാൽ അതിൻ്റെ ക്രിമിനൽ കുറ്റം വരുന്നത് അതിൻ്റെ രക്ഷിതാക്കൾക്ക് കൂടിയാണ്. ശിക്ഷ 25,000 രൂപ മുതൽ 30,000 രൂപ വരെ ഈടാക്കാവുന്നതാണ്. 3 വർഷത്തെ തടവാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലൈസൻസ് 1 വർഷം വരെ റദ്ദ് ചെയ്യുന്ന നടപടി ഉണ്ടാകും. മാത്രമല്ല, വാഹനമോടിയ കുട്ടി 25 വയസ്സാകുന്നത് വരെ ലൈസൻസ് നിഷേധിക്കപ്പെടുന്ന വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാഫിക് പോലീസാണ് ചെക്ക് ചെയ്ത് കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും ഇതേ നടപടികളൊക്കെ ആ കുട്ടിക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലെ നിയമ ക്രിമിനൽ ശിക്ഷ കൂടാതെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അതുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ ഉണ്ടാകും. എന്നാൽ കുട്ടിക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ വിലക്ക് വരും. അതായത് കുട്ടിക്ക് ശിക്ഷാ നടപടികളില്ലെങ്കിലും രക്ഷിതാക്കൾക്ക് ശിക്ഷാ നടപടികൾ ഉണ്ടാവും. അതുപോലെ 25 വയസ്സുവരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന സംഗതികളുണ്ടാവും. അതുപോലെ തന്നെ വണ്ടി കസ്റ്റഡിയിലെടുക്കും, FIR രജിസ്റ്റർ ചെയ്തും കേസ് കോടതിയിലേക്ക് പോകും. ഇതൊക്കെ രക്ഷിതാവിനും ഈ വാഹനത്തിൻ്റെ ഉടമയും അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇന്ന് കുട്ടികൾ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പാല് വാങ്ങാനാണ് കടയിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ചെറിയ ആവശ്യത്തിനെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ നമ്മളെ കണ്ണ് വെട്ടിച്ച് കുട്ടികൾ ചാവിയെടുത്ത് എന്ത് ചെയ്യുന്നു, വാഹനം എടുത്തു പോകുന്നു. പോലീസുകാരനെ നേരെ മുന്നിൽ പെടുന്നു. നേരെ വണ്ടിയുമായി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെടുന്നു. രക്ഷിതാക്കൾ ആ നാട്ടിലെ പൊതുപ്രവർത്തകരോ മെമ്പർമാരെയോ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മാർഗവുമില്ലാത്ത രീതിയിൽ ഇത് നിർബന്ധമായും കുട്ടി രക്ഷിതാക്കളുടെ പേരിൽ 25,000 മുതൽ 30,000 രൂപ വരെ ഫൈൻ ഈടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, FIR നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങളിത് ഷെയർ ചെയ്യുകയും മുഴുവൻ രക്ഷിതാക്കളിലും ഉത്തരവാദിത്തപ്പെട്ട കുട്ടികളും ഈ വിവരം അറിയുകയും ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത ഉണ്ടാവണമെന്നും ഈ കുട്ടിക്ക് 25 വയസ്സുവരെ ലൈസൻസ് ലഭിക്കാത്ത രീതിയിൽ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അവൻ്റെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നിയമലംഘനമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ റെക്കമെൻഡോ പൊതുപ്രവർത്തകരുടെ ഇടപെടലുകളോ പോലും പോലീസ് സ്വീകരിക്കാത്ത രീതിയിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നൽകുന്നത്. പരമാവധി എല്ലാവരിലേക്കും, കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും ഒക്കെ ഇതെത്തിക്കണം. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഈ രക്ഷിതാക്കൾ അവരുടെ പേരിലാണ് വാഹനമുള്ളതെങ്കിൽ അവരുടെ മാതാവിന്, നാട്ടിലുള്ള ആരാണോ അതിൻ്റെ ചാർജ് കൈകാര്യം ചെയ്യുന്നത്, വണ്ടി കൈകാര്യം ചെയ്തത്, അവരുടെ പേരിൽ കേസ് വരുന്ന സാഹചര്യം പോലുമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ലാഘവത്തോടെ കാണാതെ ഗൗരവത്തോടെ കണ്ട് നിങ്ങൾ ഇത്തരം വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം ഉണർത്തുന്നു. ഇത്തരത്തിലുള്ള നല്ല അറിവുകളുമായി ഫൗലത്ത് വ്ളോഗിൽ വീണ്ടും നമുക്ക് കാണാം. ജയ് ഹിന്ദ്.